ഗ്ലാമർ പോരാട്ടമായ 100 മീറ്റർ ഓട്ടമത്സരം നടക്കുന്നതുപോലെയായിരുന്നു ഹൈജമ്പ് മത്സരം നടക്കുമ്പോൾ ഗാലറി. KS അനന്തു റണ്ണപ്പ് എടുക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ആരവവും ആർപ്പുവിളികളും ഉയരും. സ്വർണം നേടിയിട്ടും കൂടുതൽ ഉയരങ്ങൾ താണ്ടാനുള്ള അനന്തുവിന്റെ ശ്രമം പാഴായപ്പോഴും നിരാശയുടെ ശബ്ദം സ്റ്റേഡിയത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കേട്ടു. CM നെൽസൺ എന്ന കായികാധ്യാപകനാണ് ഹൈജമ്പിനെ ഇത്രയും ജനകീയമാക്കിയത്. ഇക്കാര്യം പറഞ്ഞാൽ വിനയത്തോടെ മാഷ് ഇങ്ങനെ മറുപടി പറയും. ഹൈജമ്പ് എന്ന് പറയുന്നൊരു ഐറ്റം ഗ്ലാമർ ഐറ്റമാണ്. ഈ അത്ലറ്റിക്സിലെ ഏറ്റവും അട്രാക്ഷനുള്ള ഒരു ഐറ്റമാണ് ഹൈജമ്പ്. ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അനന്തുവിനെ അറിയാം. അനന്തുവിന് മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള അവരുടെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയും ആ ഒരു സപ്പോർട്ട് ഇവർക്ക് എന്നുണ്ട്. 1992 മുതൽ ശ്രീകൃഷ്ണ സ്കൂളിലെ അധ്യാപകനാണ് CM നെൽസൺ. 2010 മുതൽ ശ്രീനിധിയുടെയും അനന്തുവിലുടെയും ഹൈജമ്പ് പിറ്റിലെ സ്വർണ്ണമൊന്നും മാഷ് വിട്ടു പോയിട്ടില്ല. 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള പരിശീലനവും കഠിനാധ്വാനവുമാണ് നേട്ടത്തിന് പിന്നിൽ. വിരമിക്കാൻ ഇനി 3 വർഷം കൂടി മാത്രമാണ് മാഷിന് ബാക്കിയുള്ളത്. ഇതിനുള്ളിൽ കൂടുതൽ താരങ്ങളെ വളർത്തിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് നെൽസൺ മാഷ്. സ്കൂൾ ജില്ലാ വ്യത്യാസമില്ലാതെ ഈ ഗ്യാലറികളിൽ നിന്ന് അനന്തുവിന് കിട്ടിയ കയ്യടി നെൽസൺ മാഷിനും കൂടിയുള്ളതാണ്. വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ മികച്ച പ്രകടനവുമായി അനന്തുവും കൂടെ നെൽസൺ മാഷിന്റെ മറ്റു കുട്ടികളും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അനന്തുവിനും നെൽസൺ മാഷിനുമൊപ്പം സൗമേഷ് പെരുവലൂർ, ടീം മീഡിയ 1.